അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനത്തിന് കോൺഗ്രസ് പങ്കെടുക്കും എന്ന അറിയിപ്പ് പുറത്തുവരികയാണ്. കോൺഗ്രസിന്റെ സമോന്നത നേതാവ് സോണിയാഗാന്ധിയെ ക്ഷണിച്ചുവെന്നും ക്ഷണം സോണിയാഗാന്ധിക്ക് കിട്ടിയെന്നും കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് സ്ഥിരീകരിച്ചു. സോണിയ ചടങ്ങിൽ പങ്കെടുക്കും. ഏതെങ്കിലും കാരണവശാൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ പ്രതിനിധിയെ അയക്കും. ചടങ്ങിൽ നിന്ന് ഒരു കാരണവശാലും വിട്ടുനിൽക്കില്ല എന്നുമാണ് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പറയുന്നത്. അടുത്ത വർഷം ജനുവരി 22-നാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങ്. എന്താണ് എതിർപ്പ്? ഈ വിഷയത്തിൽ സോണിയാഗാന്ധി വളരെ പോസിറ്റീവാണ്. ഒന്നുകിൽ അവർ പോകും, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം പോകും എന്നാണ് ദിഗ്വിജയ് സിംഗ് പറയുന്നതും. ഇതോടെ മുസ്ലിം സംഘടനകളുടെ എതിർപ്പും ബഹിഷ്കരണ ആഹ്വാനവുമൊക്കെ കോൺഗ്രസ് തള്ളിയിരിക്കുകയാണ്. ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് പറയാനുള്ള കോൺഗ്രസിന്റെ ആർജവം എന്ന മുസ്ലിം സംഘടനയിലെ സമസ്തയുടെ കലക്കവെള്ളത്തിലെ മീൻപിടുത്തം നടന്നിട്ടില്ല. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യം AICC തീരുമാനിക്കേണ്ടതെന്ന KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞിരുന്നു. സമസ്തയല്ല കോൺഗ്രസിന്റെ നയം പറയുന്നത് എന്നും സമസ്ത പറഞ്ഞത് അവരോട് ചോദിക്കണമെന്നും പറഞ്ഞിരുന്നു. ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നാണ് കേരള ഘടകത്തിന്റെ നിലപാടെന്നാണ് K മുരളീധരൻ MPയുടെ പരാമർശം സംബന്ധിച്ച ചോദ്യത്തിന് അത് അദ്ദേഹത്തോട് ചോദിക്കുമെന്നാണ് സുധാകരൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് വന്നിരിക്കുന്നു. സോണിയാഗാന്ധി രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പങ്കെടുക്കും. മഹത്തായ ഉദ്ഘാടനത്തിലേക്കുള്ള സോണിയാഗാന്ധിക്ക് ക്ഷണത്തെ കോൺഗ്രസ് പാർട്ടിയും സ്വാഗതം ചെയ്തു. ശ്രീരാമ ജന്മഭൂമി തീർത്ത ക്ഷേത്ര ട്രസ്റ്റ് ഈ ആഴ്ച ആദ്യം തന്നെ സോണിയാഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം അയച്ചിരുന്നു. ജനുവരി 22-ന് മഹാക്ഷേത്രത്തിൽ രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുങ്ങുകയാണ്. പ്രമുഖരും സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരും പങ്കെടുക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ തകൃതിയായി തന്നെ നടന്നുവരുന്നു. രാഷ്ട്രീയ മത നേതാക്കൾക്ക് പുറമെ അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള ബോളിവുഡ് താരങ്ങളെയും അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ജനുവരി 22-ന് ഉച്ചയ്ക്ക് രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ രാംലല്ലയെ സിംഹാസനസ്ഥനാക്കാൻ ശ്രീരാമ ജന്മഭൂമി തീരത്ത് ക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിച്ചത്. ശ്രീരാമന്റെ ജന്മസ്ഥലമായ അയോധ്യ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആത്മീയവും ചരിത്രപരവും സാംസ്കാരികവുമായ വലിയ പ്രാധാന്യമുള്ളതാണ്. അഭിനേതാക്കളായ അമിതാഭ് ബച്ചൻ, മാധുരി ദീക്ഷിത്, അനുപം ശേഖർ, അക്ഷയ് കുമാർ, പ്രമുഖ സംവിധായകരായ രാജ്കുമാർ ഹിരാനി, സഞ്ജയ് ലീല ബൻസാലി, രോഹിത് ഷെട്ടി എന്നിവരും നിർമ്മാതാവ് മഹാവീർ ജെയിനും ഉൾപ്പെടെയുള്ള വ്യക്തികൾക്കാണ് ക്ഷണങ്ങൾ അയച്ചത്. മോഹൻലാലിനും ക്ഷണം കിട്ടിയിട്ടുണ്ട്. മോഹൻലാൽ ചടങ്ങിന് പോയാൽ വലിച്ചുകയറി ഭിത്തിയിൽ ഒട്ടിക്കുമെന്നാണ് പോപ്പുലർ ഫ്രണ്ട് മോഡ്യൂൾ പരസ്യ ഭീഷണി മുഴക്കുകയും ചെയ്തത്. ഇതിനിടെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പറയാൻ കോൺഗ്രസ് ആർജവം കാണിക്കണമെന്നും കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുകയാണെന്നുമായിരുന്നു സമസ്തയുടെ മുഖപത്രമായി സുപ്രഭാതത്തിലൂടെ വിമർശിച്ചത്. മതസൗഹാർദ്ദം തകർക്കുമെന്നും പള്ളി പൊളിച്ചെടുത്താണ് ക്ഷേത്രമെന്നും പറഞ്ഞിരുന്നു. സമസ്ത ഇപ്പോൾ കോടതി വിധിയും ചരിത്ര സത്യങ്ങളുമൊക്കെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന വിമർശനവും ഉയരുന്നു. ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് MP ശശി തരൂർ പറയുന്നത്. CPM-ന് മതവിശ്വാസമില്ല. അപ്പോൾ CPM-ന് എളുപ്പത്തിൽ തീരുമാനമെടുക്കാം. കോൺഗ്രസിനകത്ത് CPM-ന്റെ പ്രത്യയശാസ്ത്രമല്ല, BJP-യുടെ പ്രത്യയശാസ്ത്രവുമല്ല. നമ്മൾ ഹിന്ദുത്വത്തെ ഒരു രാഷ്ട്രീയ സിദ്ധാന്തമായി കാണുന്നു. ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസമല്ല ഹിന്ദുത്വം. ഞങ്ങൾ CPM-ഉമല്ല BJP-യുമല്ല. ഞങ്ങൾക്ക് സ്വന്തം തീരുമാനമെടുക്കാനുള്ള സമയം തരൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. മതവും രാഷ്ട്രീയവും തമ്മിൽ കലർത്താനാണ് BJP-യുടെ ശ്രമമെന്നാരോപിച്ച് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തരൂരിന്റെ പ്രതികരണവും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.